വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വോട്ടെണ്ണലിന് ഇനി അവശേഷിക്കുന്നത് 10 ദിവസങ്ങൾ മാത്രമാണ്. ഇപ്പോഴും ആരാണ് ജയിക്കാൻ പോകുന്നത്, അടുത്ത ഭരണം ആരുടേതാണ് എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യാപകമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ പരമ്പരാഗത ഈ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കുറവാണ് എങ്കിലും സോഷ്യൽ മീഡിയ പക്ഷേ ഓരോ ദിവസവും അവരുടെ പുതിയ നിഗമനങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അവരുടെ അഭിപ്രായങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഓരോ ദിവസവും പോകുന്നത്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് കഴിഞ്ഞ ദിവസം NP ചെക്കുട്ടിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. NP ചെക്കുട്ടി എന്ന് പറയുന്നത്, NP ചെക്കുട്ടിയെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്ന അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ടെലിവിഷൻ ചർച്ചകളിൽ, ടെലിവിഷൻ ഡിബേറ്റുകളിലൊക്കെ നിത്യസാന്നിധ്യമായ NP ചെക്കുട്ടി നേരത്തെ CPM-ന്റെ കൂടെ അല്ലെങ്കിൽ CPM സഹയാത്രികനായിരുന്നു. ഞാൻ ജേർണലിസം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജേർണലിസം പഠിക്കുമ്പോൾ തൊട്ടങ്ങപ്പുറത്ത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ MA ഇംഗ്ലീഷിന് പഠിക്കുകയായിരുന്നു ചെക്കുട്ടി. ഞങ്ങൾ സമകാലികരാണ്. ചെക്കുട്ടി അതിനുശേഷം എനിക്ക് തോന്നുന്നത് ദേശാഭിമാനിയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസ് പോയി, പിന്നെ തേജസ് പത്രത്തിൽ പോയി, ഇപ്പം സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായി വ്യത്യസ്ത ചാനലുകളിൽ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയാണ് ചെക്കുട്ടിയുടെ ഏറ്റവും പുതിയൊരു നിരീക്ഷണം കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി കേട്ടോ. അതിൽ ചെക്കുട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോഴിക്കോട് ജില്ലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. കാരണം നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 LDF ആണ് കഴിഞ്ഞ തവണ ജയിച്ചിരുന്നത്. UDF 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDFന് ജയിക്കാൻ കഴിഞ്ഞത്. അതിലൊന്ന് വടകരയാണ്. വടകരയിൽ KK രമ, RMP സ്ഥാനാർത്ഥിയായിരുന്ന KK രമ വടകരയിൽ ജയിച്ചു. അതേപോലെ തന്നെ കൊടുവള്ളിയിൽ MK മുനീറും ജയിച്ചു. ഈ 2 വിജയങ്ങൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പോലും ജയിച്ചില്ല കേട്ടോ. ആ രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു UDFനുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ. അതിൽ KK രമ ജയിച്ചത് RMPയുടെ ശക്തമായ അടിത്തറ വടകരയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുനീർ ജയിക്കാനുള്ള കാരണം മുനീറിന്റെ വ്യക്തി ബന്ധങ്ങൾ മറ്റ് ഏതൊരു ലീഗ് നേതാവിനേക്കാൾ കൂടുതൽ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് MK മുനീർ. അതുകൊണ്ടൊക്കെ തന്നെ കൊടുവള്ളിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ മുനീർ ജയിക്കുകയും ചെയ്തു. ഇത്തവണ ഈ 13 മണ്ഡലങ്ങളും, കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളും UDF കൈക്കലാക്കും എന്നുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് എന്നാണ് ചെക്കുട്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഈ അവലോകന ഒരു വീഡിയോയിൽ സൂചന നൽകുന്നത് കേട്ടോ. അതൊരു സൂചനയാണ്. അതേ അവസരത്തിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമായി ചെക്കുട്ടി പറയുന്ന കാര്യങ്ങൾ 2 മണ്ഡലങ്ങളെ കുറിച്ചാണ് കേട്ടോ. അതായത് ഈ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ LDFന്റെ കോട്ടകൾ എന്ന് വിശേഷിപ്പിച്ചു വന്നിരുന്ന 2 മണ്ഡലങ്ങളാണ്. ഒന്ന് ബേപ്പൂരും മറ്റൊന്ന് പേരാമ്പ്രയും. ബേപ്പൂരിന്റെയും പേരാമ്പ്രയുടെയും മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് LDFന്റെ കോട്ടകളാണ്, നെടുങ്കോട്ടകളാണ്, വൻ കോട്ടകളാണ്. അതുകൊണ്ടൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാര്യമായ രീതിയിലുള്ള ഒരു പോരാട്ട വീര്യം ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടാകാറില്ല. പ്രത്യേകിച്ചും ഞാൻ ബേപ്പൂർ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതായത് ബേപ്പൂരൊക്കെ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഒക്കെ ഇതെന്തായാലും അവിടെ LDF സ്ഥാനാർത്ഥിയെ വിജയിക്കുള്ളൂ. പിന്നെ UDF ഒരു മത്സരം എന്നൊന്നും പറഞ്ഞുകൂടാ. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, വേണ്ട രീതിയിലുള്ള ഒരു പ്രചാരണങ്ങളൊന്നും അവിടെ നടത്താറില്ല. പക്ഷേ ഇത്തവണ സ്ഥിതിഗതികൾ മാറുന്നു. ചെക്കുട്ടി പറയുന്നത് ബേപ്പൂരും പേരാമ്പ്രയും ഈ 2 മണ്ഡലങ്ങളും ഇത്തവണ UDF പിടിക്കുമെന്നാണ്. ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ. ഞാൻ നേരത്തെ പല വീഡിയോകളിലും ഇത് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ബേപ്പൂരിന്റെ കാര്യം ഞാൻ 6 7 വീഡിയോകൾ പറഞ്ഞതാണ്. ബേപ്പൂർ വിജയിക്കാൻ പോകുന്നത് അൻവറാണ്. പക്ഷേ ഈ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിൽപ്പെട്ട ചർച്ചകളിലൊന്നും ബേപ്പൂര് പലപ്പോഴും പറയുന്നത് ബേപ്പൂർ ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ്, അവിടെ മരുമോൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. റിയാസിന്റെ ഭയങ്കര വികസന പ്രവർത്തനങ്ങൾ. ഈ ഒരു ബേപ്പൂർ സ്വദേശിയായ എനിക്ക് ഇവിടെ റിയാസ് ഒരു മണ്ണാങ്കട്ടി ഇവിടെ ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. റിയാസ് ആകെ ചെയ്തത് ഫറൂഖിലെ പഴയ പാലം, തകരാൻ പോകുന്ന പഴയ പാലം നന്നാക്കുന്നതിന് പകരം ചങ്ങായി ചെയ്തത് അതിന് പോയി കണ്ട് പെയിന്റ് അടിപ്പിച്ച് വെളുപ്പിച്ചതല്ല, പെയിന്റ് അടിച്ച് വിവിധ നിറങ്ങളിൽ പെയിന്റ് അടിപ്പിച്ച് വിവിധ നിറങ്ങളിലുള്ള വർണ്ണ ബൾബുകളൊക്കെ തൂക്കി ഇതിനെ ഒരു എന്താ പറയാ പ്രകാശത്തിൽ കുളിപ്പിച്ചു. ഇതിന്റെ അടിയിൽ മുഴുവൻ തുരുമ്പാണ്.
ആ തുരുമ്പിച്ച ഭാഗങ്ങൾ മാറ്റാതെ, അല്ലെങ്കിൽ മറ്റൊരു പാലം നിർമ്മിക്കാനുള്ള കേന്ദ്ര പദ്ധതിയുണ്ട്, ഇതിന് പകരം പാലം നിർമ്മിക്കാൻ. പക്ഷെ കേന്ദ്ര പദ്ധതികളും ഈ മോദിയുടെ പദ്ധതിയൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇവിടെ എന്ത് മതി, ഇവിടെ പെയിന്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പെയിന്റ് അടിച്ചു. അങ്ങനെ മൂപ്പര് പെയിന്റ് അടി വിദഗ്ധനാണ്. എന്തിനാ പെയിന്റ് അടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സഖാക്കൾ തന്നെ ചിരിക്കും. കാരണം പെയിന്റ് അടിക്കാൻ വേണ്ടി ചെലവാക്കുന്ന പൈസയുടെ ഒരു 10% പോലും ഇതിനാവശ്യമില്ല. പക്ഷെ അത്തരത്തിലുൾപ്പെട്ട ഒരു വൻ തുക എഴുതിയെടുത്തിട്ട് പിന്നെ പാലം നിർമ്മാണങ്ങളൊക്കെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ റിയാസിന്റെ ഇവിടുത്തെ ബേപ്പൂർ മണ്ഡലത്തിൽ റിയാസ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇത് പൊളിച്ചത് യഥാർത്ഥത്തിൽ അൻവറാണ്. അൻവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ 2 മാസം മുമ്പ് തന്നെ ബേപ്പൂരിന്റെ സ്വന്തം ആളായി മാറിയിരുന്നു. ഈ ഇടതുപക്ഷക്കാര് നാട് നീളെ പോസ്റ്റർ വെച്ചത് എന്താ പറയാ, നാട്ടുകാരൻ, ഇയാള് നാട്ടുകാരനാണ്. ആര്? റിയാസ് നാട്ടുകാരനാണ്. നാടിനെ മാറ്റിയ നാട്ടുകാരൻ എന്നാണ്. ശരിക്കും റിയാസ് ബേപ്പൂർക്കാരനല്ല. റിയാസ് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള കോട്ടുള്ളി ആ പ്രദേശത്താണ് റിയാസിന്റെ വീട്. അതായത് ഈ മണ്ഡലത്തിലല്ല റിയാസ്. പക്ഷേ കാരണം സഖാക്കന്മാർക്ക് കള്ളത്തരം പറയാൻ ഒരു ചെളിപ്പില്ല. അപ്പൊ റിയാസിനെ ബേപ്പൂർക്കാരനാക്കിയിട്ട് ബേപ്പൂരിന് എന്തോ മാറ്റം വരുത്തി. അപ്പോഴാണ് അൻവർ വളരെ കൃത്യമായി ബേപ്പൂരിലെ ഓരോ മുക്കും മൂലയും സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഓരോ സ്ഥലത്തും കഴിഞ്ഞ 5 വർഷം റിയാസ് ഒരു കാര്യവും ചെയ്തിട്ടില്ല. റിയാസ് ആകെ ചെയ്തത് റിയാസിന് താമസിക്കാൻ വേണ്ടിയിട്ട് 4.5 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഇവിടെ ഒരു PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. ഫറോക്ക് പുതിയ പാലത്തിന് സമീപമുള്ള PWD റെസ്റ്റ് ഹൗസ് മൂപ്പര് നവീകരിച്ചു. ഈ നവീകരിക്കാൻ ആവശ്യമായ ഫണ്ട് എന്ന് പറഞ്ഞാൽ 4.5 കോടിയാണ്. മനസ്സിലാക്കണേ, 4.5 ലക്ഷമല്ല, 4.5 കോടി. ഇവിടെ ഒരു ലൈഫിൽ വീടുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത് 4 ലക്ഷമാണ്. ശ്രദ്ധിക്കണേ, ലൈഫിൽ ഒരു വീടുണ്ടാക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷമാണ്. മൂപ്പര് 4 കോടി ഇതിന്റെ 100 ഇരട്ടി ചെലവാക്കിയിട്ട് മൂപ്പര് റെസ്റ്റ് ഹൗസ് നവീകരിച്ചു. എന്തിനാ നവീകരിച്ചത്? മൂപ്പർക്ക് കിടക്കാൻ, മൂപ്പർക്ക് അർമാദിക്കാൻ അവിടെ ഒരു പ്രത്യേക മുറി സജ്ജമാക്കി. ആ മുറി സജ്ജമാക്കാൻ വേണ്ടി തന്നെ ഒരു 2 ലക്ഷം രൂപ അതിന്റെ കട്ടില്, കിടക്ക, അതിന്റെ വിരികൾ, ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ മൂപ്പര് അമ്മായിയച്ഛൻ ഈ അയ്യപ്പ സംഗമം നടന്ന കാലത്ത് ഒരു രാത്രി തങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ, ആ ഗസ്റ്റ് ഹൗസ് കാരണഭൂതത്തിന് കാല് വെക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് വാങ്ങിയ സ്ഥിതിക്കും, കാരണഭൂതത്തിന് ആസനം അമർത്താൻ വേണ്ടിയിട്ട് സോഫ സെറ്റ് വാങ്ങിയ വകയിലും, കാരണഭൂതത്തിന് പള്ളി ഉറങ്ങാൻ വേണ്ടിയിട്ട് കട്ടിലും കിടക്കയും വാങ്ങിയ വകയിലും ഒരു 3-4 ലക്ഷം രൂപ അവിടെ ചെലവാക്കി. 3-4 ലക്ഷം രൂപ കട്ടിൽ മാത്രം മൊത്തത്തിൽ ഒരു 70-80 ലക്ഷം രൂപ ഇവിടെ ചെലവാക്കിയിരുന്നു. നമ്മുടെ ഈ അയ്യപ്പ സംഗമത്തിൽ ചെലവാക്കിയ പോലെ തന്നെ മരുമകൻ അമ്മായിയച്ഛൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ മണ്ഡലത്തിൽ എനിക്കൊന്ന് അർമാദിക്കാൻ ഈ ഒരു റെസ്റ്റ് ഹൗസിൽ ഒരു 60-70 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് മൂപ്പര് ഒരു മുറിയൊക്കെ ഒന്ന് സജ്ജമാക്കി. ഇതാണ് ആകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇയാളുടെ വികസനം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആ പരിസരത്തൊക്കെ നമ്മുടെ അൻവർ യാത്ര ചെയ്തുകൊണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ, കുടിവെള്ളം, അതായത് കടലിൽ നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കരയിലെത്തി കഴിഞ്ഞാൽ കുടിക്കാൻ ഒരു കുടിവെള്ളം പോലും കിട്ടുന്ന ഒരവസ്ഥയില്ലാത്ത അവസ്ഥ. ആകെ വൃത്തികെട്ട അന്തരീക്ഷം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരാവശ്യവും നിറവേറ്റാതെ ബേപ്പൂർ എന്ന് പറയുന്നത് ചരിത്രാതീത കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു അല്ലേ? ആ തുറമുഖം ആകെ നാശകോശമാക്കി. മൂപ്പര് എപ്പോഴും പറയും 20,000 കോടിയുടെ എന്തൊരു പദ്ധതി, 20,000 കോടി. മൂപ്പര് ഇവിടെ എന്താ പറയുക, കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഇവിടെ ജയിച്ചു വന്ന ആ കാലം മുതൽ തുടങ്ങിയതാണ് 20,000 കോടിയുടെ വികസനം. 20,000 കോടി വികസനം മണ്ണാങ്കട്ട ഒരു വികസനവും ഇല്ലാന്നേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും അവസാനം പറയുന്നത് 20,000 കോടിയുടെ വികസനം. അപ്പോൾ ഈ റിയാസിന്റെ വാക്കുകൾ മുഴുവനും കാപട്യം നിറഞ്ഞതാണ്, കള്ളത്തരം നിറഞ്ഞതാണ് എന്ന് അൻവർ വളരെ കൃത്യമായി തെളിയിച്ചു. ഇവിടുത്തെ വ്യവസായം, ബേപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഓട്ട് വ്യവസായം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കേരളത്തിലെ ഓട്ട് വ്യവസായത്തിന്റെ സെന്ററായിരുന്നു ഈ ബേപ്പൂർ മണ്ഡലം. തീപ്പെട്ടി കമ്പനികളുടെ യന്ത്രങ്ങളുടെ ഒരു എന്താ പറയാ, താളവും ലയവും ഒക്കെ നിറഞ്ഞ അതിൻ്റെ ഒരു ശബ്ദമുണ്ട്. അതിങ്ങനെ ഈ ബേപ്പൂർ മണ്ഡലത്തിലെ ഏത് റോഡിലൂടെ നമ്മൾ പോകുമ്പോഴും അപ്പുറം ഇപ്പുറമൊക്കെ നിരവധി 100 കണക്കിന് തീപ്പെട്ടി കമ്പനികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഓട്ട് കമ്പനികൾ 10-14 ഓട്ട് കമ്പനികൾ ഉണ്ടായിരുന്നു. എല്ലാം പൂട്ടിപ്പോയി. സ്റ്റീൽ കോംപ്ലക്സ് അടഞ്ഞു കിടക്കുന്നു. ബാംബു തറ ഓട്ട് നിർമ്മാണശാല നല്ലളത്തുള്ള അത് അടഞ്ഞു കിടക്കുന്നു. ഇങ്ങനെ ബേപ്പൂര് എന്ന് പറഞ്ഞാൽ ഈ വ്യവസായത്തിന്റെ ശവപ്പറമ്പാണ്. അങ്ങനെയുള്ള ഈ ബേപ്പൂരില് റിയാസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അൻവർ വ്യക്തമാക്കുന്നതോട് കൂടിയിട്ടാണ് അൻവർ എന്ന് പറയുന്ന പോരാട്ട നായകൻ ഈ ബേപ്പൂരിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. അൻവറിന് അറിയാലോ, അൻവർ സ്വന്തം നിലക്ക് അൻവറിന് വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവ് ഈ 140 മണ്ഡലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥിയേക്കാൾ
അൻവറിനുണ്ട്. കാരണം അൻവറിന് അറിയാം എങ്ങനെ മത്സരിക്കണമെന്ന്. നമുക്കറിയാലോ, നിലമ്പൂരിൽ അൻവർ ഒറ്റപ്പെട്ട പോയൊരവസ്ഥയിൽ അൻവർ പോരാടിയപ്പോൾ ഏതാണ്ട് 20,000 വോട്ടുകൾ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എതിരായിട്ട് കൂടി അൻവർ സ്വന്തം നിലക്ക് നേടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ചെക്കുട്ടി വളരെ കൃത്യമായി പറയുന്നു, ബേപ്പൂർ ഇത്തവണ UDF പിടിക്കും. അതിൻ്റെ കണക്ക് കൂടി പറയുന്നു, ഒരു 6,000-7,000 അങ്ങനെയാണ് ചെക്കുട്ടി പറയുന്നത് കേട്ടോ. 6,000 മുതൽ 7,000 വോട്ട് വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അൻവർ ബേപ്പൂരിൽ നിന്ന് ജയിക്കുമെന്നാണ് ചെക്കുട്ടി പറയുന്നത്. ചെക്കുട്ടി അതിന് നിരത്തുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ചെക്കുട്ടി പറയുന്നു ഇവിടെ വൻതോതിൽ ഇടതുപക്ഷത്ത് നിന്ന് വൻതോതിൽ വോട്ട് BJPയിലേക്ക് മാറുമെന്നാണ് ചെക്കുട്ടിയുടെ ഒരു നിരീക്ഷണം കേട്ടോ. അത് ശരിയുമാണ്. കാരണം ഈ CPM-ലുള്ള ഹൈന്ദവ സഖാക്കൾ ഇത്തവണ വോട്ട് തീർച്ചയായും പ്രകാശ് ബാബുവിന് കുത്തും. ഒരു വലിയ അളവ് വരെ വോട്ടുകൾ പ്രകാശ് ബാബു പിടിക്കും. ഈ BJPയുടെ സ്ഥാനാർത്ഥിയായ പ്രകാശ് ബാബു 1ാം നമ്പർ സ്ഥാനാർത്ഥിയാണ്. പ്രകാശ് ബാബു കഴിഞ്ഞ തവണ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 28,000 30,000 ചോടെ വോട്ടുകളായിരുന്നു പിടിച്ചത്. ഇപ്രാവശ്യം 30,000 മേൽ വോട്ടുകളിലേക്ക് പ്രകാശ് ബാബു തന്റെ വോട്ട് വീതം ഉയർത്തുമെന്നാണ് കരുതുന്നത്. ആ വോട്ട് പോകുന്നത് CPM-ൽ നിന്ന് തന്നെയായിരിക്കും കേട്ടോ. മറ്റൊന്ന്, ഈ റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസ് ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, മാത്രമല്ല സംസ്ഥാനത്തുടനീളം CPM-നെതിരായി ഉയരുന്ന ഒരു അന്തരീക്ഷമുണ്ടല്ലോ. അതായത് പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. പയ്യന്നൂരിലെ തളിപ്പറമ്പിലെ അമ്പലപ്പുഴയിലൊക്കെ കണ്ടതാണ് CPM-ന്റെ കരുത്തുറ്റ നേതാക്കന്മാർ പാർട്ടി വിട്ടു പോകുന്നത്. എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്നത് ആദർശങ്ങൾ പണയപ്പെടുത്തിയ, അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടിയിട്ട്, പിണറായിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, പിണറായിയുടെ മകൾക്ക് വേണ്ടിയിട്ട്, പിണറായിയുടെ മകന് വേണ്ടിയിട്ട് എന്ത് നെറികേടും കളിക്കുന്ന പാർട്ടിയാണ്. മാത്രമല്ല ഇവിടെ ഈ CPM എന്ന് പറയുന്നത് ഗുണ്ടാ പാർട്ടിയാണ്. അത്തരത്തിൽപ്പെട്ട, പ്രത്യേകിച്ചും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, അൻവർ പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരെ പോരാടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. സ്വന്തം നഷ്ടം സഹിച്ചുകൊണ്ട്. അൻവറിന് വേണമെങ്കിൽ പിണറായിയുടെ ഈ ആസനം കഴുകി, ഈ അന്തംഗമികൾ ചെയ്യുന്ന പോലെ പിണറായിയുടെ ആസനം കഴുകി അൻവറിന് കഴിച്ചു കൂട്ടാമായിരുന്നു. അൻവറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അൻവർ കൃത്യമായി ഒരുപക്ഷെ ഈ TKG, അതായത് പയ്യന്നൂരിലെ TKGയും പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TKGയും TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും ആയിഷ പോറ്റിയും പിന്നീട് S രാജ, അങ്ങനെ ഈ CPM-ൽ നിന്ന് മാറിപ്പോയ നിരവധിയായ VS-ന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സുരേഷ്, അങ്ങനെ നിരവധി പേര് CPM വിടുന്നതിന് മുമ്പ് ഇതിന് തുടക്കം കുറിച്ചത് അൻവറായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് അൻവറായിരുന്നു. അങ്ങനെ അൻവർ മത്സരിക്കുന്ന ബേപ്പൂരിൽ അൻവർ ഒരു 6,000-7,000 വോട്ടിന് വിജയിക്കും, ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളതാണ് NP ചെക്കുട്ടിയുടെ കണക്കുകൂട്ടൽ. ഇതിനോട് കൂടിയിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ഒരു മുസ്ലിം, അതായത് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ഗണ്യമായ മുസ്ലിം വോട്ടുകളുണ്ട് കേട്ടോ. ആ മുസ്ലിം വോട്ടുകൾ ഇത്തവണ തീർച്ചയായും ഇത് സാമുദായിക വോട്ടുകൾ അൻവറിന്റെ പക്ഷത്തേക്ക് തന്നെ തീരും. കാരണം എന്ന് പറഞ്ഞാൽ മരുമോനെ സംബന്ധിച്ചിടത്തോളം, റിയാസിനെ സംബന്ധിച്ചിടത്തോളം, റിയാസിന്റെ പഴയകാല കഥകളൊക്കെയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും പറയുന്നില്ല. കോഴിക്കോട്ടെ കുടുംബ കോടതിയിൽ റിയാസിന്റെ മുൻ ഭാര്യ കൊടുത്ത ഹർജി, അതിൽ നൽകിയ അവരുടെ പരാതികൾ, റിയാസ് ചെയ്ത തെണ്ടിത്തരങ്ങൾ, സ്ത്രീവിരുദ്ധ കാര്യങ്ങൾ, ഇതൊക്കെ ബേപ്പൂരിലെ ഓരോ മുസ്ലിം കുടുംബത്തിലും ഇതറിയാം. എന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിയാസം കളിക്കുന്ന, തെണ്ടിത്തരം കളിക്കുന്ന ഈ റിയാസിന് വോട്ട് കൊടുക്കില്ല എന്ന് ബേപ്പൂരിലെ സാധാരണ മുസ്ലിം കുടുംബങ്ങൾ എപ്പോഴോ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടൊക്കെ തന്നെ കഴിഞ്ഞ തവണ റിയാസിന് 28,000 വോട്ടിനാണ് റിയാസ് ജയിച്ചത്. ആ 28,000 വോട്ട് എന്ന് പറയുന്ന ഭൂരിപക്ഷം ഇത്തവണ മാറാൻ വേണ്ടി പോകുന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ അതിൽ നിന്ന് മാറും. മറ്റൊന്ന്, ഹൈന്ദവ വോട്ടുകൾ, CPM-ന്റെ ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് മാറും. ഇയാൾ കാപട്യം നിറഞ്ഞവരാണ്, റിയാസ് കള്ളത്തരം നിറഞ്ഞവരാണ്, ഇയാളുടെ കള്ളപ്രചാരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ CPM-നുള്ളിൽ തന്നെയുള്ള നല്ല സഖാക്കൾ തിരിഞ്ഞുകുത്തും. മറ്റൊന്ന്, ഈ പൊതുവെ കേരളത്തിലുടനീളം CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപഭ്രംശത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നല്ല സഖാക്കൾ അത് അൻവർ പലപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ. അൻവർ പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഇത്തവണ CPM-നെ തോൽപ്പിക്കുന്നത്, CPM സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നത് CPM-കാർ തന്നെയായിരിക്കും, നല്ല CPM. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എന്തായാലും റിയാസ് ബേപ്പൂരിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ചെക്കുട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേരാമ്പ്ര മണ്ഡലത്തെ കുറിച്ചാണ് കേട്ടോ. പേരാമ്പ്രയിൽ 22,000-ലേറെ വോട്ടുകൾക്കാണ് TP രാമകൃഷ്ണൻ ജയിക്കുന്നത് പേരാമ്പ്രയിൽ. ഇവിടെ ബേപ്പൂരിൽ അൻവറാണെങ്കിൽ അവിടെ TP രാമകൃഷ്ണനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവിടെ
ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് ഫാത്തിമ തഹലിയയാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹലിയ. എനിക്ക് ഫാത്തിമ തഹലിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഷാഫി പറമ്പിലിനെയാണ് ഓർമ്മിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് വടകരയിൽ ടീച്ചറമ്മ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിരുന്നു അല്ലെ. ടീച്ചറമ്മയെ ജയിക്കുള്ളൂ, ടീച്ചറമ്മ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിൽ വടകര വരുന്നത്. വടകര വന്ന് ഇറങ്ങിയപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനസമുദ്രം, അതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. ഷാഫി പറമ്പിലിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ ആൾക്കാർ, ഷാഫി പറമ്പിലിന് ഈ ജനങ്ങളോടുള്ള ഷാഫി പറമ്പിലിന്റെ ഒരു പെരുമാറ്റം ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഫാത്തിമ തഹലിയ ഇവിടെ നമ്മുടെ പേരാമ്പ്രയിൽ കാഴ്ചവെച്ചത് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ഈ സി പി എമ്മുകാരാകെ അവിടെ വിറളി പിടിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പേരിലാണ് ഈ വടകരയിൽ നേരത്തെ ടീച്ചറമ്മ അവസാനം തോറ്റുപോകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, ഈ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു. ഇതേപോലെ ഫാത്തിമ തഹലിയെയും വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നു. കൗമിലെ പെൺകുട്ടിക്ക് വോട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക വർഗീയ വിഷം വമിപ്പിക്കുന്ന ചില പ്രചാരണങ്ങൾ ടി പി രാമകൃഷ്ണന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവിടെ മൈക്ക് കെട്ടി പ്രചാരണം നടത്തി ഇത് കൗമിലെ കുട്ടിക്ക് വോട്ട് കൊടുക്കണമെന്ന് ഈ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മതേതരക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളൊക്കെ ടി പി രാമകൃഷ്ണൻ വോട്ട് ചെയ്യണം, കൗമിലെ പെൺകുട്ടിക്ക് അവിടുത്തെ മുസ്ലിങ്ങൾ വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏറ്റവും കടുത്ത വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് സി പി എം ശ്രമിച്ചത്. അപ്പോൾ സി പി എം ആകെ വിറളി പൂണ്ട് കിടക്കുകയാണ് ഇവിടെ പേരാമ്പ്രയിൽ. കാരണം പേരാമ്പ്രയിൽ ടി പി രാമകൃഷ്ണൻ നല്ല രീതിയിൽ തോൽക്കും, നല്ല രീതിയിൽ ജയിക്കുന്നില്ല, നല്ല രീതിയിൽ തോൽക്കും എന്നുള്ളതാണ് ചെക്കുട്ടി പറയുന്നത്. അപ്പൊ ചെക്കുട്ടിയുടെ ഈ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു 6000-7000 വോട്ടിന് ബേപ്പൂരിൽ റിയാസ് തോൽക്കും. അതേപോലെ തന്നെ ഏതാണ്ട് കൃത്യമായി എത്ര വോട്ടുകൾക്ക് എന്ന് പേരാമ്പ്രയിൽ പറയുന്നില്ലെങ്കിലും പേരാമ്പ്രയിൽ ജയിക്കാൻ പോകുന്നത് UDF ആയിരിക്കും, ഫാത്തിമ തഹലിയ ആയിരിക്കും എന്ന് വളരെ കൃത്യമായി പറയുന്നു. അതേപോലെ തന്നെ ചെക്കുട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഈ രണ്ട് ടി കെ ജി മത്സരിക്കുന്ന ആർക്കെതിരെ, നമ്മുടെ ഗോവിന്ദന്റെ അപ്പം ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളക്കെതിരെ തളിപ്പറമ്പിൽ മത്സരിക്കുന്ന ടി കെ ജിയും അവിടെ അട്ടിമറി വിജയം നേടും. അതേപോലെ തന്നെ പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ ജയിച്ചേ തീരൂ. കാരണം ഏറ്റവും പാർട്ടിയിലെ ഏറ്റവും വലിയ രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചു എന്ന് വി കുഞ്ഞികൃഷ്ണൻ സഖാവ് ആരോപിച്ച അതേ TI മധുസൂദനെയാണ് ഒരു ഉളുപ്പമില്ലാതെ പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ആ TI മധുസൂദൻ എന്ന് പറയുന്ന രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ച ആൾക്കെതിരെയാണ് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണന് പാർട്ടിക്കുള്ളിലെ നേരും നെറിയുമുള്ള സഖാക്കൾ കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് ചെക്കുട്ടി പറയുന്നു. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും UDF അധികാരത്തിൽ വരികയുള്ളൂ എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ വ്യക്തമായി 2 മണ്ഡലങ്ങളല്ല 4 മണ്ഡലങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ. ബേപ്പൂര്, പേരാമ്പ്ര, പയ്യന്നൂര്, തളിപ്പറമ്പ്, ഈ 4 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ CPMന്റെ വൻകോട്ടകൾ. ആ വൻകോട്ടകൾ നിലം പൊത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് CPMകാർ വരെ അംഗീകരിച്ച കാര്യമാണ് എന്നാണ് ചെക്കുട്ടി പറയുന്നത് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. കാരണം നമുക്കറിയാലോ, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPMന്റെ ക്യാമ്പുകളിൽ ആകെ മൗനമാണ്. CPMകാരാകെ ഒരു ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെ പോലെ ഇരിക്കുകയാണ്. ആകെ എന്താ പറയുക, ട്രൗസർ അഴിഞ്ഞ്, നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ ഇങ്ങനെ പറയാം, ട്രൗസർ അഴിഞ്ഞു പോയ അവസ്ഥയിലാണ്. അതെന്താ പൂർണ്ണ നഗ്നരായി നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. മറ്റേ വയനാട്ടിലെ സ്ഥിതിഗതികൾക്ക് അറിയാലോ. വയനാട്ടിലെ ചോർന്നടിക്കുന്ന വീടുകൾ, പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് തപ്പ രാത്രി മുഴുവനും പവർ കട്ട്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കള്ളത്തരമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം ഏറ്റവും വലിയ രസം എന്താ അറിയോ, ചില ആൾക്കാരൊക്കെ പറയുന്നത് പണ്ടാറടക്കം ഐറ്റിങ്ങൾക്ക് വോട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരുന്നിട്ട് ഇവരുടെ ഈ പ്രോപ്പഗണ്ട പിണറായി വിജയൻ ഏതാണ്ട് 275 കോടിയോളം രൂപ ചെലവാക്കിക്കൊണ്ട് അവസാനത്തെ ആ 15 ദിവസം നടത്തിയ വൻ പ്രോപ്പഗണ്ടയുണ്ടല്ലോ, കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ഇവിടെ അപ്പം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇപ്പോൾ ആൾക്കാർ ആലോചിച്ച് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലം എത്ര മനോഹരമായ കാലമായിരുന്നു. ഇവിടെ എല്ലാ വികസനങ്ങളും നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ കട്ട് തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഇവിടെ എന്തുകൊണ്ട് പവർ കട്ട് ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും നന്നായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കാരണം അത് പിണറായി വിജയന്റെ ഒരു മഹത്വമല്ല. പിണറായി വിജയൻ ഇവിടെ ഒരു കാര്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഇപ്പം ജനങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ചില ആൾക്കാർ അയ്യോ ഈ പ്രോപ്പഗണ്ടയൊക്കെ കഴിഞ്ഞ് ഈ പണ്ടാറത്തിന് വോട്ട് ചെയ്ത് പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ചെയ്ത വോട്ട് കുത്തി വോട്ട് പിൻവലിക്കാൻ വല്ല മാർഗം ഉണ്ടെന്ന് ആലോചിച്ച് നടക്കുന്ന കുറേ അന്തംഗമികൾ ഈയിടെ ഞാൻ കണ്ടിട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതായാലും
ഇനി 10 ദിവസമേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് UDF വൻ വിജയം നേടിക്കൊണ്ട് UDF മന്ത്രിസഭയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൻ കോട്ടകൾ, CPM-ന്റെ വൻ കോട്ടകൾ നിലംപതിക്കും. അതിൽ ഒന്നാമത്തെ കോട്ട ബേപ്പൂർ, രണ്ടാമത്തെ കോട്ട പേരാമ്പ്ര, മൂന്നാമത്തത് തളിപ്പറമ്പ്, നാലാമത്തത് പയ്യന്നൂർ. പിന്നെ ഇനി എത്ര കോട്ടകൾ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.